ചാലക്കുടി സുരഭി മൂവീസ് തിയേറ്റർ ആരാധകരോട് ഞാൻ ഈ തിയേറ്ററിന്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ചാലക്കുടിയിൽ തന്നെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയേറ്റർ ആണ്. നമ്മൾ ഈ തിയേറ്ററിൽ പോയിട്ടായിരുന്നു കടുവ എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. അപ്പോൾ അവിടെ ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡോൾബി 7.1 സൗണ്ട് ഫോർമാറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴേ അന്ന് നമ്മൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഈ ഒരു തിയേറ്ററിനെ പറ്റി പറഞ്ഞൊരു അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കടുവ കണ്ടത് നമ്മുടെ ചാലക്കുടിയിലെ സുരഭി തിയേറ്റർ. അപ്പൊ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ തിയേറ്റർ ആണല്ലേ. പിന്നെ സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വലിയ സ്ക്രീനാണ്. വലുതെന്ന് പറഞ്ഞാൽ പോരാ, നല്ല വലിയ വലിയ സ്ക്രീനാണ്. പിന്നെ പ്രൊജക്ഷൻ നല്ല പ്രൊജക്ഷൻ ആയിരുന്നു അല്ലേ. 4K പ്രൊജക്ഷൻ ആയതുകൊണ്ട് നല്ല പ്രൊജക്ഷൻ ആയിരുന്നു. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൗണ്ട് അടിപൊളിയായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഡബിൾ ലെയർ സ്പീക്കർ കൊടുത്തിരുന്നതുകൊണ്ട് നമുക്ക് ആ കൃത്യ എഫക്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഡോൾബി 7.1 ആണ്. സറൗണ്ടിന് അവർ 2 ലെയർ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ഇതിനകത്ത് ഒത്തിരി BGM ഒക്കെ ഉള്ള ഫിലിം ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ എഫക്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതെ. പിന്നെ സീറ്റിന്റെ ഒരു കംഫർട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ആണല്ലേ. പിന്നെ ടിക്കറ്റ് റേറ്റ് അറിയാലോ 130 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ ഈ തിയേറ്ററിൽ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അല്ലേ. സാധാരണ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു ഈ തിയേറ്ററിലെ സ്ലോപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് കാണാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ കാറിൽ ഇരുന്ന് ആ ചേട്ടനും ചേച്ചി ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടു കാണുമല്ലോ. അപ്പോഴേ നമുക്ക് ഈ തിയേറ്ററിനെ കുറിച്ച് ഉള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല പ്രൊജക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല സൗണ്ട് ഫീഡ്ബാക്കും ആയിരുന്നു. പ്രത്യേകിച്ച് സൗണ്ടിന്റെ കാര്യത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് അന്ന് കിട്ടിയിരുന്നത് കേട്ടോ. പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ചില ഡ്രോബാക്കുകളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേ ആചാരങ്ങളൊക്കെ തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇത് അന്നത്തെ കാര്യമായിരുന്നേ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 4 വീലറായിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സ്പേസ് കുറവായിരുന്നു. അതല്ല പ്രശ്നം. ഈ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പാർക്കിംഗ് ഫീ ആയിട്ട് ഒരു 20 രൂപ എന്തോ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. അത് കൂടാതെ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആചാരം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഈ 2024 അത് തുടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഒരു കാര്യമാണ്. നമ്മൾ തിയേറ്ററിനകത്തേക്ക് ചെന്ന് ഏതാണ്ട് ഒത്ത നടുക്കാട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ അത് സ്ലോപ്പിന്റെ കാര്യത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ നമ്മൾ സ്ലോപ്പ് കാണുവാണെങ്കിൽ ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രമാണ് സ്ലോപ്പ് വരുന്നത്. പക്ഷെ നമ്മുടെ ചാലക്കുടി സുരഭി തിയേറ്ററിലെ സ്ക്രീൻ 1ന്റെ കാര്യം പറയുവാണെങ്കിലേ ഒരു പകുതി വരെ ഇങ്ങനെ താഴേക്ക് സ്ലോപ്പ് വരും. അത് കഴിഞ്ഞ് ഈ പകുതിയിൽ നിന്ന് അങ്ങോട്ട് റിവേഴ്സിലാണ് സ്ലോപ്പ് പോകുന്നത്. അപ്പോൾ ഈ നടുക്ക് റോയിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിനിമ കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതായത് സ്ക്രീനിന്റെ താഴത്തെ പോർഷനിലൊക്കെ നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ഹഠാത് ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിന്റെ സ്ക്രീൻ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണെങ്കിൽ തിയേറ്റർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർ ഒഫീഷ്യലായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ സ്ക്രീനിന്റെ വലിപ്പം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സ്ക്രീനിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 54 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ 22 ഫീറ്റ് പൊക്കവുമാണ് നമ്മുടെ സ്ക്രീൻ 1ൽ വരുന്നത്. അപ്പോൾ അതിന്റെ ഓണർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു വലിയ സ്ക്രീനിന്റെ വലിപ്പം ഇനിയും കൂട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം വലിപ്പം കൂട്ടാൻ പറ്റും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ 54 ഫീറ്റിൽ നിന്നും ഒരു 6 ഫീറ്റും കൂടെ കൂട്ടിയിട്ട് ഏകദേശം 60 ഫീറ്റോളം ഇതിന്റെ വീതി കൂട്ടാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുവാണെങ്കിൽ ഈ സ്ക്രീനിന് ചുറ്റുമായിട്ട് മാസ്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്കിങ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ അത് 60 ഫീറ്റിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 22 ഫീറ്റ് പൊക്കം എന്നുള്ളത് ഏകദേശം ഒരു 25 അടി 26 അടിയിലേക്ക് കൂട്ടാനായിട്ട് പറ്റും എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ പിടിക്കാം. അപ്പോൾ നോക്കുവാണെങ്കിൽ 60 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ 26 ഫീറ്റ് പൊക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കാം. അതായത് ഈ വലിയ സ്ക്രീനുകളിലേക്ക് ആൾക്കാർ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം വലിയ സ്ക്രീനിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വളരെയധികം കൊതിയുണ്ട്. ഈ മൾട്ടിപ്ലക്സുകളിൽ കണ്ട് നമുക്കിപ്പോൾ വലിയ സ്ക്രീൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തിയേറ്ററുകളിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ തേടി പിടിച്ച് വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാകണം ഒരുപക്ഷേ നമ്മുടെ സുരഭി തിയേറ്ററും ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്ലാനിങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും ഇങ്ങനൊരു ഫീഡ്ബാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് സാധിച്ചാലോ പറയാൻ പറ്റില്ലല്ലോ.
അപ്പോഴേ ഇത് പക്ഷേ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. കാര്യം ഓൾറെഡി അവിടെ ഇരിക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ വലിപ്പം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതൊന്ന് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം മറക്കണ്ട, നമ്മളെല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് സംഭവിക്കും.